അപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇത്രയും പണം 98.2%, അതും അവർ പറയുന്നത് 590 കോടിയോളം വരുമാനമുള്ളത് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കള്ളപ്രചരണമാണ്. കള്ളപ്രചരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു തരത്തിലുള്ള വസ്തുതയില്ലാതെ വെറുതെ കെട്ടിപ്പൊക്കി ഒരു കളവുണ്ടാക്കുക, ആ കളവ് വ്യാപകമായി പ്രചരിപ്പിക്കുക. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് കാണുന്നത്. അപ്പോൾ പാർട്ടി കാണുന്നത് ഈ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളെ മറികടക്കുന്നതിന് രാജ്യത്തെ മതനിരപേക്ഷ ശക്തികൾ തീർച്ചയായും ജാഗ്രത പാലിക്കണമെന്നും ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി രാജ്യത്ത് മതനിരപേക്ഷ സർക്കാർ രൂപം കൊള്ളുന്ന സാധ്യത ഉണ്ട് എന്നുള്ളതുമാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. കേരളത്തിന്റെ സ്ഥിതി പൊതുവായിട്ട് പരിശോധിച്ചപ്പോൾ കേരളത്തിലെ LDFനെ ദുർബലപ്പെടുത്തുക എന്ന അജണ്ടയാണ് BJPയും കോൺഗ്രസും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതിന് തയ്യാറായിട്ടുള്ളത് എന്ന് തന്നെ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന ആ ഒരു പ്രഭ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും അതുപോലെ രാഹുൽ ഗാന്ധിക്കുമില്ല എന്നെല്ലാവർക്കും അറിയാം. വയനാടിന്റെ വികസനത്തിന് യാതൊരു തരത്തിലും ഇടപെടാതിരുന്ന രാഹുൽ ഗാന്ധിക്കെതിരായ പ്രതിഷേധം സ്വാഭാവികമായിട്ടും അവിടെ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറപ്പിക്കുക എന്ന നിലയിൽ തൃശൂരിൽ പ്രകടമായി പാർട്ടിക്കെതിരായി EDയും ITയും ഒക്കെ യാതൊരു മറയുമില്ലാതെ ഇടപെടുന്ന നിലയാണ് ഉണ്ടായത്. അവിടെ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്ന നിലയുണ്ടായി. പ്രധാനമന്ത്രി ഉൾപ്പെടെ നിരവധി പ്രാവശ്യം കേരളത്തിലെത്തുകയും തൃശൂരെത്തുകയും കള്ളപ്രചരണങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് തന്നെ വഹിക്കുകയും ചെയ്തു. സ്വാഭാവികമായി ഇവർ അവതരിപ്പിച്ച കള്ള പരാതികൾ, പ്രചരണങ്ങൾ ജനങ്ങൾ വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ളത് സത്യമാണ്. LDFന്റെ വിജയം തടയുന്നതിനു വേണ്ടി BJPയുമായി പോലും കൂട്ടുകെട്ടുണ്ടാക്കുന്നതിനൊരു മടിയും UDF കാണിച്ചിട്ടില്ല. അതിന്റെ വളരെ വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. വടകര നിയോജക മണ്ഡലത്തിൽ BJPയുടെ വോട്ടുകൾ UDFന് നൽകണമെന്ന ധാരണ പരസ്യമായി തന്നെ അതിന്റെ പ്രവർത്തകർ പറയുന്ന സ്ഥിതിയിൽ എത്തുകയുണ്ടായി. ഷാഫി പറമ്പിൽ വിജയിച്ചാൽ പാലക്കാട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കാമെന്ന വാഗ്ദാനവും സ്ഥാനാർത്ഥിയിൽ നിന്ന് തന്നെ ലഭിക്കുമെന്ന ഉറപ്പുകൂടി വന്നപ്പോൾ അതിന് കുറേയും കൂടി സ്ഥിരീകരണം നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. വർഗീയ പ്രചരണത്തിലും ഈ മണ്ഡലം ശക്തിയായി അശ്ലീല പ്രചാരവേല ഉൾപ്പെടെ നടത്തുന്നതിലും എന്ന് പറഞ്ഞാൽ സാധാരണ രാഷ്ട്രീയ പ്രചരണത്തിന് പകരം വ്യക്തിഗതമായി അധിക്ഷേപിക്കുക, തുറന്ന രീതിയിലുള്ള അശ്ലീല പ്രചരണങ്ങൾ സംഘടിപ്പിക്കുക, ഇങ്ങനെയെല്ലാം ധ്രുവീകരിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം ഇവിടെ നടക്കുകയുണ്ടായി. എന്നാൽ ഇതിനെയെല്ലാം ജനങ്ങൾ ഫലപ്രദമായി തള്ളിക്കളയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.